अस्सलाम वालेकुम वरहमतुल्लाह। बच्चों, तुम सब कैसे हो? क्या क्या अखबार है? मैं समझता हूँ कि तुम सब अच्छा लगते हैं। इंशाअल्लाह आज हम हमारी किताब का 30वां सबक पढ़ने आ सकते हैं। 30वां सबक का नाम क्या है? कोयल। जी हाँ, कोयल। कोयल का मायना क्या है? कोयल का मायना കുയിൽ. മലയാളം हम കുയിൽ बोलता है. അപ്പോൾ ഇന്ന് നമ്മൾ കോയൽ എന്നുള്ള നമ്മുടെ പുസ്തകത്തിലെ 30ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. കോയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയില്ലേ? കോയൽ എന്ന് പറഞ്ഞാൽ കുയിൽ. കുയിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ? താഴെ കുയിലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ? ഒരു മരത്തും ഇരിക്കുന്ന കുയിലിനെ. ആ കുയിലിനെ കുറിച്ചാണ് നമ്മളിന്ന് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോയൽ എന്ന് പറഞ്ഞാൽ കുയിൽ. ഇനി ഒന്നാമത്തെ സ്റ്റാൻസ് എന്താണ്? തേരി രംഗത്ത് കാലി കാലി, തേരി സൂറത്ത് ഭോലി ഭാലി, ഉടനെ വാലി ഡാലി ഡാലി, പന്മേം ഷോർ മച്ചാനെ വാലി, കോയൽ തേരി കൂക്ക് നിരാലി. എന്താണ് അർത്ഥം? തേരി. തേരി എന്ന് പറഞ്ഞാൽ നിൻ്റെ. രംഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രംഗത്ത് എന്ന് പറഞ്ഞാൽ രംഗ്, നിറം, കളർ. കാലി കാലി. കാലി എന്ന് പറഞ്ഞാൽ കാല. എന്താണെന്ന് അറിയില്ലേ? കറുപ്പ്. അപ്പോൾ തേരി രംഗത്ത് കാലി കാലി എന്ന് പറഞ്ഞാൽ നിൻ്റെ നിറം കറുപ്പാണ്, കറുത്തിട്ടാണ് നിൻ്റെ നിറം. അപ്പോൾ കുയിലിൻ്റെ നിറം കറുപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം കുയിൽ കറുപ്പാണ്. അപ്പോൾ നിൻ്റെ നിറം കറുപ്പാണ് എന്നാണ് കുയിലിനെ കുറിച്ച് ആദ്യത്തെ വരിയിൽ പറയുന്നത്. രണ്ടാമത്തേതിലോ? തേരി സൂറത്ത് ഭോലി ഭാലി, തേരി നിൻ്റെ സൂറത്ത്. സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രൂപം. സൂറത്ത് എന്ന് പറഞ്ഞാൽ രൂപം. നിൻ്റെ രൂപം ഭോലി ഭാലി. ഭോലി ഭാലി എന്ന് പറഞ്ഞാൽ നല്ല നിഷ്കളങ്കമായ രൂപമാണ്, അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള, യാതൊരു പ്രശ്നമില്ലാത്ത നിഷ്കളങ്കമായ രൂപമാണ് നിൻ്റേത്. അപ്പോൾ നിൻ്റെ നിറം കറുപ്പാണ്, എന്നാൽ നിൻ്റെ രൂപം അത് വളരെ ഭംഗിയുള്ള നിഷ്കളങ്കമായ ഇന്നസെൻ്റ് ആയിട്ടുള്ള രൂപമാണ്. ഭോലി ഭാലി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്നസെൻ്റ് ആയിട്ടുള്ള എന്നാണ്. പിന്നെ മൂന്നാമത്തെ വരിയിൽ പറയുന്നത് ഉടനെ വാലി. ഉടന എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉടന എന്ന് പറഞ്ഞാൽ അറിയാം. ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഉഠോ എന്ന് പറയാറില്ലേ? എന്താണ്? എണീറ്റ് നിൽക്കുക. എന്നാലിത് ഉടന. റേ എന്നതിൻ്റെ മേലെ തോട്ടിട്ടുള്ള ഡേ എന്നുള്ള അക്ഷരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉടന എന്ന് പറഞ്ഞാൽ ടു ഫ്ലൈ, പറക്കുക. അപ്പോൾ ഉടനെ വാലി എന്ന് പറഞ്ഞാൽ പറക്കുന്നത്. അപ്പോൾ ഉടനെ വാലി, നീ എന്താണ്? പറക്കുന്നതാണ്. ഡാലി ഡാലി. ഡാലി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, മരങ്ങളുടെയൊക്കെ കൊമ്പുകൾക്കാണ് നമ്മൾ ഡാലി എന്ന് പറയാം. അപ്പോൾ ഡാലി ഡാലി എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഇങ്ങനെ പറക്കുന്നതാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വരി പറഞ്ഞത്. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഇങ്ങനെ പറക്കുന്നതാണ് നീ. ബൻമേം ഷോർ മച്ചാനി വാലി. ബൻമേം. ബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വനം, ജംഗൽ. ജംഗൽ എന്ന് കേട്ടിട്ടുണ്ടാവും. ബൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം, വനം. ബൻമേം കാട്ടിൽ. ഷോർ മച്ചാനെ വാലി. ഷോർ മച്ചാന എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുക, അതായത് നോയ്സ് ഉണ്ടാക്കുക. അതിനാണ് ഷോർ മച്ചാന എന്ന് പറയാം. നല്ല ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതിനാണ് ഷോർ മച്ചാന എന്ന് പറയാം. അപ്പോൾ ബൻമേം ഷോർ മച്ചാനെ വാലി, കാട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിലവിളിക്കുന്ന ഒന്നാണ് കുയിൽ. പിന്നെ കോയൽ തേരി കൂക്ക് നിരാലി. കോയൽ, കോയൽ എന്ന് വിളിച്ചിട്ട് തേരി നിൻ്റെ കൂക്ക്. കൂക്ക് എന്ന് പറഞ്ഞാൽ കുയിലിൻ്റെ ശബ്ദത്തിനാണ് പറയാം. നമുക്കറിയാം കുയിൽ എന്താ പറയൽ? കൂ കൂ എന്ന് പറയില്ലേ? അപ്പോൾ കോയൽ തേരി കൂക്ക് നിരാലി. കൂക്ക് എന്ന് പറഞ്ഞാൽ കുയിലിൻ്റെ ശബ്ദം. നിരാലി. നിരാലി എന്ന് പറഞ്ഞാൽ വളരെ റയറാണ്, അപൂർവമാണ്, അല്ലെങ്കിൽ അതുല്യമാണ്, വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത ശബ്ദമാണ് എന്നർത്ഥം. അപ്പോൾ കോയൽ തേരി കൂക്ക് നിരാലി. അപ്പോൾ നിൻ്റെ കൂക്കൽ, നിൻ്റെ ശബ്ദം, നീ ഉണ്ടാക്കുന്ന ശബ്ദം നിരാലി, വളരെ അപൂർവമായ അല്ലെങ്കിൽ അതുല്യമായ ഒന്നാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞു നിൻ്റെ നിറം കറുപ്പാണ്. രണ്ടാമത്തേൽ പറഞ്ഞു നിൻ്റെ രൂപം വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളതാണ്. മൂന്നാമത്തെ വരിയിൽ നമ്മൾ പറഞ്ഞു ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഇങ്ങനെ പറക്കുന്നതാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് കാട്ടിൽ ഒച്ചയുണ്ടാക്കുന്നതാണ്. ഷോർമച്ചാന എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുക, ശബ്ദം ഉണ്ടാക്കുക. അടുത്തത് പറഞ്ഞത് നിൻ്റെ ശബ്ദം, നിൻ്റെ കൂക്ക്, നിൻ്റെ ശബ്ദം
വളരെ അപൂർവമാണ് അല്ലെങ്കിൽ അതുല്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി അടുത്ത പാരഗ്രാഫ്, രണ്ടാമത്തെ സ്റ്റാൻസ. ബാഗ് മെൻ തേരി റട്ട് കൂ की देती है एक लुत्फ़ अजब ही सुनता है जब कूक को तेरी खुश होता है बाग कमाली കോയൽ തേരി കൂക്ക് നിരാലി. ബാഗ് മേം, ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ടം. എല്ലാവർക്കും അറിയുന്നതല്ലേ. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. ബാഗ് മേം തോട്ടത്തിൽ, തേരി നിൻ്റെ, റെട്ട് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആവർത്തിക്കുക എന്നാണ് റെട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാഗ് മേം തേരി റെട്ട് കൂക്കി, നീ ആവർത്തിച്ചിങ്ങനെ കൂക്കൂ എന്ന് പറയുമ്പോൾ ദേത്തി ഹേ അത് നൽകുന്നു. എക്ക് എന്നുള്ളത് ഏക് എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ്. കവിതയിലൊക്കെ എക്ക് എന്ന് പലയിടത്തും കാണാൻ പറ്റും. അപ്പോൾ ഏക് എന്നുള്ളതിന് പകരമാണ് എക്ക് എന്ന് എഴുതുന്നത്. അപ്പോൾ എക് ലുത്ഫ് അജബഹി, ലുത്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആനന്ദം, ഒരു ഉല്ലാസം, രസം എന്നൊക്കെ പറയാം. അപ്പോൾ അജബഹി അത്ഭുതകരമായിട്ടുള്ള ഒരു ആനന്ദം നമുക്കത് നൽകുന്നു. അപ്പോൾ തോട്ടത്തിൽ നിൻ്റെ ആവർത്തിച്ചിട്ടുള്ള കൂക്കു ഉണ്ടാകുന്നുണ്ട്, നമുക്ക് ഒരു അത്ഭുതകരമായ ആനന്ദം നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നെസറായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? നെസറായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളൊരു ഗദ്യ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ബാഗ് മേം തേരി കൂക്കു की रट एक अजब ही लुत्फ़ देती है, തോട്ടത്തിൽ നിൻ്റെ കൂക്കു എന്നതിൻ്റെ ആവർത്തനം, അതിങ്ങനെ ആവർത്തിക്കുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതകരമായ ആനന്ദം നൽകുന്നു. പിന്നെയോ അടുത്ത വരി, സുൻതാ ഹേ ജബ് കൂക്ക് കോ തേരി ഖുഷ് ഹോത്താ ഹേ ബാഗ് കമാലി. എന്താണ് അതിൻ്റെ അർത്ഥം? സുൻതാ ഹേ, സുന്ന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതെ, കേൾക്കുക. സുൻതാ ഹേ കേൾക്കുന്നു. ജബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, അല്ലേ? നമ്മൾ ജബ് എന്നുള്ളതിൻ്റെ പ്രയോഗം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജബ് എപ്പോഴാണോ, അപ്പോൾ എന്ന് പറയുന്ന രീതിയിൽ എപ്പോഴാണോ കേൾക്കുന്നത്. കൂക്ക് കോ തേരി എന്ന് പറഞ്ഞാൽ നിൻ്റെ, കൂക്ക് കോ നിൻ്റെ, കൂക്ക് നിൻ്റെ ശബ്ദത്തെ എപ്പോഴാണോ കേൾക്കുന്നത്. ഖുഷ് ഹോത്താ ഹേ സന്തോഷിക്കുന്നു. ഖുഷ് ഹോന എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, സന്തോഷവാനാക്കുക, സന്തോഷിക്കുന്നു. ബാഗ് കാ മാലി, ബാഗ് തോട്ടത്തിൻ്റെ, മാലി തോട്ടം നോക്കുന്ന ആൾക്കാണ് മാലി എന്ന് പറയാം, ഗാർഡനർ. തോട്ടം നോക്കുന്ന ആൾ സന്തോഷവാനാകുന്നു. അപ്പോൾ എപ്പോഴാണോ നിൻ്റെ ശബ്ദം തോട്ടക്കാരൻ കേൾക്കുന്നത്, അപ്പോൾ അയാൾ എന്താകുന്നു? സന്തോഷവാനാകുന്നു. ഇതിനെ നമ്മളൊരു നെസർ രൂപത്തിലേക്ക് ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ജബ് തേരി കൂക്ക് കോ സുൻതാ ഹേ ബാഗ് കാ മാലി ഖുഷ് ഹോത്താ ഹേ, എപ്പോഴാണോ നിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ തോട്ടക്കാരൻ സന്തോഷവാനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വരി തന്നെയാണ് കോയൽ തേരി കൂക്ക് നിരാലി, നിൻ്റെ ശബ്ദം വളരെ അപൂർവമാണ് അല്ലെങ്കിൽ അതുല്യമാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ വരിയിൽ 1-2 വരികളിൽ പറഞ്ഞത് നിൻ്റെ കൂക്കു എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ, തോട്ടത്തിൽ വെച്ച് നീ ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് ഒരു അത്ഭുതകരമായ ആനന്ദം നൽകുന്നു, അല്ലെങ്കിൽ അത്ഭുതവും ആനന്ദവും നൽകുന്നു. പിന്നെ അടുത്ത വരിയിൽ പറഞ്ഞതോ, 3-ാമത്തെയും 4-ാമത്തെയും വരിയിൽ പറഞ്ഞത് എപ്പോഴൊക്കെ നിൻ്റെ ശബ്ദം തോട്ടക്കാരൻ കേൾക്കുന്നോ അപ്പോഴൊക്കെ അയാൾ സന്തോഷവാനാകുന്നു. ഇനി നമ്മുടെ കുയിലിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കുയിലൊരു മരത്തും ഇരിക്കുകയാണ്. മരം എന്ത് മരമാണ്? മാങ്ങൻ്റെ മരമാണ്, അല്ലേ? മാവാണ്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ടാണ് 3-ാമത്തെ വരിയിൽ പറയുന്നത്, 3-ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. എന്താണ് 3-ാമത്തെ സ്റ്റാൻസ? തുജ്കോ ആമോം സേ റഗ്ബത്ത് ഹേ ആം കെ ബാഗോം സേ ഉൽഫത്ത് ഹേ കൂക്കു കർനെ കി ആദത്ത് ഹേ കൂക്ക് സെ ദിൽ തടുപ്പാനെ വാലി കോയൽ തേരി കൂക്ക് നിരാലി. തുജ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക്. തുജ്കോ എന്നും പറയാം, തുജേ എന്നും പറയാം, നിനക്ക് എന്നുള്ളതിന്. അതുപോലെ തന്നെ മുജ്കോ, മുജേ എനിക്ക്. അപ്പോൾ തുജ്കോ നിനക്ക്, ആമോം സെ, ആമോം എന്ന് പറഞ്ഞാൽ എന്താ? ആം മാങ്ങ, ആമോം മാങ്ങകൾ. അപ്പോൾ തുജ്കോ ആമോം സെ നിനക്ക് മാങ്ങകളോട്, റഹബത്ത് ഹേ, റഹബത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം, ലഗാവ് ഷൗക്ക് ഇഷ്ടം.
അപ്പോൾ നിനക്ക് മാങ്ങകളോട് വല്ലാത്ത താല്പര്യമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് എന്നാണ് പറയുന്നത്. ഇനിയോ ആം കെ ബാഹോം സെ, ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, ബാഹോം എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ, നമ്മൾ മുമ്പ് പറഞ്ഞ വാക്കാണ്. ആം കെ ബാഹോം സെ, മാങ്ങയുടെ തോട്ടങ്ങളോടോ ഉൽഫത്ത് ഹേ, അതിനോടും വല്ലാത്ത സ്നേഹമാണ്. ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ മുഹബത്ത്, സ്നേഹം. റഗബത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, താല്പര്യം, ആഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം. ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. അപ്പോൾ നിനക്ക് മാങ്ങകളോട് വല്ലാത്ത താല്പര്യമാണ്, ആഗ്രഹമാണ്, മാങ്ങയുടെ തോട്ടങ്ങളോട് വല്ലാത്ത ഇഷ്ടവുമാണ്, സ്നേഹവുമാണ്. കൂക്കു കർണേ കി ആദത്ത് ഹേ, അതുപോലെ തന്നെ നിനക്ക് എന്തുണ്ട്? കൂക്കു കർണേ കി ആദത്ത് ഹേ. കൂക്കു കർണ എന്ന് പറഞ്ഞാൽ കൂക്ക്, കുയിലിൻ്റെ ശബ്ദം ഉണ്ടാക്കുക. കുയിൽ കൂക്കു എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുക. അതിൻ്റെ ആദത്ത്, ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം, പതിവ്. അതിൻ്റെ ശീലവും നിനക്കുണ്ട്, അതിൻ്റെ പതിവും നിനക്കുണ്ട്. കൂക്ക് സെ ദിൽ തടുപ്പാനേ വാലി, എന്നിട്ട് കുയിലിനോട് പറയാണ്, കൂക്ക് സെ, നിൻ്റെ ഈ ശബ്ദം കൊണ്ട്, ദിൽ തടുപ്പാനേ വാലി, നീ എന്താകുന്നുണ്ട്? നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കും. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താവും? വേദനിക്കും. അപ്പോൾ തടുപ്പാന എന്ന് പറഞ്ഞാൽ ടോർച്ചർ എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും നിൻ്റെ ഇത്രയും വളരെ നിഷ്കളങ്കമായിട്ടുള്ള ശബ്ദം കൊണ്ട് എന്നാണ് പറയുന്നത്. കോയൽ തേരി കൂക്ക് നിരാലി, അപ്പോൾ നിൻ്റെ ശബ്ദം വളരെ അപൂർവമാണ്, അതുല്യമാണ്. ഇവിടെ ഈ സ്റ്റാൻസയിൽ പറഞ്ഞത് നിനക്ക് മാങ്ങകളോട് വല്ലാത്ത ആഗ്രഹമാണ്, മാങ്ങയുടെ തോട്ടങ്ങളോട് വല്ലാത്ത ഇഷ്ടവുമാണ്, സ്നേഹവുമാണ്, നിൻ്റെ ശീലമാണ് കൂക്കു കർണ, അതായത് കൂക്കു എന്നുള്ള ശബ്ദം ഉണ്ടാക്കൽ. കൂക്ക് സെ ദിൽ തടുപ്പാനേ വാലി, നീ എന്താകുന്നുണ്ട്? മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് നിൻ്റെ ശബ്ദം കൊണ്ട്, നിൻ്റെ ശബ്ദം വളരെ അപൂർവമാണ്. ഇനിയോ അവസാനത്തെ പാരഗ്രാഫ്. ലഡ്കെ തേരി കൂക്ക് കോ സുൻകർ നക്കൽ തെരി കർത്തെ ഹേം അക്സർ तू गाती है उनसे बेहतर उनको कूक में है नक्काली കോയിൽ തേരി കൂക്ക് നിരാലി. അപ്പോൾ നമ്മൾ കുയിലിനൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ കുയിലിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ, നമ്മൾ കുട്ടികളൊക്കെ അത് കാണുമ്പോൾ എന്ത് ചെയ്യും? അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും, അനുകരിക്കും. എന്നാലും കുയിലിൻ്റെ ശബ്ദം തന്നെയാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്നാണ് കവി പറയുന്നത്. ലഡ്കെ തേരി, ലഡ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഡ്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. തേരി കൂക്ക് കോ സുൻകർ, നിൻ്റെ കൂക്ക് കേട്ടിട്ട്. സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക, സുൻകർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. അപ്പോൾ കുട്ടികൾ നിൻ്റെ കൂക്ക് കേട്ടിട്ട്, നിൻ്റെ ശബ്ദം കേട്ടിട്ട്, നക്കിൽ തെരി കർത്തേ ഹേം അക്സർ. നക്കിൽ കർണ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നക്കൽ കർണ എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ അർത്ഥം ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിനെ അനുകരിക്കുക, അതുപോലെ ചെയ്യാൻ നോക്കുക, മിമിക്ക് ചെയ്യുക എന്നൊക്കെ പറയാം. അങ്ങനെയാണ് നക്കൽ കർണ എന്ന് പറയാം. അപ്പോൾ നക്കൽ തെരി ഹേം അക്സർ, നിന്നെന്താകുന്നുണ്ട്? നക്കൽ തെരി കർത്തേ ഹേം അക്സർ, നിന്നെ കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു, അനുകരിക്കുന്നു. അതായത് നിൻ്റെ കൂക്ക് കേൾക്കുമ്പോൾ, നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതുപോലെ പറയാൻ കുട്ടികൾ ശ്രമിക്കുന്നു, എല്ലാ സമയത്തും ശ്രമിക്കുന്നു. എന്നാലോ തൂ ഗാത്തി ഹേ ഉൻസെ ബെഹ്തർ, നീ പാടുന്നത് അതിനേക്കാളൊക്കെ ബെറ്ററാണ്. ബെഹ്തർ എന്ന് പറഞ്ഞാൽ ബെറ്റർ, അതിനേക്കാളൊക്കെ എന്താണ്? വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് നീ പാടുന്നത്. അപ്പോൾ കുട്ടികൾ നിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ നിന്നെപ്പോലെ പാടാൻ, നിന്നെപ്പോലെ കൂക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നീ പാടുന്നത് അതിനേക്കാളൊക്കെ ബെറ്ററായിട്ടാണ്, നല്ല രീതിയിലാണ്. ഉൻകോ കൂക്ക് മേം ഹേ നക്കാലി, ഉൻകി കൂക്ക് മേം ഹേ നക്കാലി, അവരൊക്കെ എന്താണ്? ഈ കുയിലിൻ്റെ ശബ്ദത്തെ അനുകരിക്കുന്നവർ മാത്രമാണ്, പക്ഷേ ഒറിജിനൽ ശബ്ദം നിൻ്റേത് തന്നെയാണ് എന്നാണ് പറയുന്നത്. നക്കാലി എന്ന് പറഞ്ഞാൽ ഈ അനുകരിക്കുക എന്നുള്ളത് തന്നെയാണ് നക്കൽ കർണ, അതായത് അനുകരിക്കുന്നവർ മാത്രമാണ്, അവർ അനുകരിക്കുന്നവർ മാത്രമാകുന്നുള്ളൂ. ഒറിജിനൽ ശബ്ദം എന്ന് പറഞ്ഞാൽ നിൻ്റെ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉൻകി, ഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൻകി കൂക്ക് മേ ഹേ നക്കാലി, ഉൻകി കൂക്ക്, അവരുടെ കൂക്ക്. ഉൻകി എന്ന് പറഞ്ഞാൽ അവരുടെ, കൂക്ക് മേ ഹേ നക്കാലി, അവരെന്താണ്? കൂക്കിൽ, കൂക്കുന്നതിൽ അനുകരിക്കുന്നവർ മാത്രമാണ്. കോയൽ തേരി കൂക്ക് നിരാലി, കുയിലെ നിൻ്റെ ശബ്ദം വളരെ അപൂർവമായ ശബ്ദം. അപ്പം ഇത്രയാണ്. ഹലോ.
ഹലോ വലൈക്കും സലാം.